ഓക്കെ. അപ്പം അന്ന് ദുഃഖവെള്ളിയായിരുന്നു. സനലേട്ടനും ആൽബിനും ആൽബിൻ്റെ കാറിൽ മൂന്നാർക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പിന്നെ എനിക്കെന്തോ ഒരു ചെറിയൊരു ഇതുണ്ടായി, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ അന്ന് വേണമെങ്കിൽ ഓഫ് ആവായിരുന്നു, കാരണം വേറെ ആരും മൊത്തത്തിൽ തിരക്ക് കുറവായിരിക്കും, കാരണം ദുഃഖവെള്ളിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വെച്ച് വേണ്ട. അപ്പം അവർ പെട്രോൾ അടിച്ച് അവർ പോയി. അപ്പം ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ തിരക്ക് കുറവായിരുന്നു. അപ്പം ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ അങ്ങോട്ട് ചുറ്റും ഇങ്ങോട്ട് ചുറ്റും. കുറച്ച് കഴിഞ്ഞപ്പോൾ അജിത്ത് വന്നു. അപ്പോൾ സംഭവം ജിസേടനും ഒന്നും കട മൊത്തത്തിൽ ആ ഏരിയയിൽ കട ഇല്ല. ആകെ ഉള്ളത് പിന്നെ മറ്റേ ഇതാണ്, ഏത് കോളേജിൻ്റെ അടുത്തുള്ള ബേക്കറി, അവിടെ കണ്ണൻ ചേട്ടൻ ഉണ്ടാവും. ഞാൻ പിന്നെ അവിടെ നിന്ന് രാവിലെയൊക്കെ അവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് എന്ന് പറയാനായിട്ട് ഞാൻ ഷെയ്ക്ക് ഐസ്ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വിശപ്പ് കുറച്ച് കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയാവാൻ നേരത്ത് അജിത്ത് വന്നപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് NSM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. NSMൽ നിന്ന് ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അജിത്ത് ഉണ്ടായിരുന്നു. ഞാൻ അവന് സംസാരിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം നേരമാവാൻ നേരത്ത് അവൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ നിൽക്ക്, എനിക്ക് പാഴ്സൽ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വൈകുന്നേരം കഴിക്കാനുള്ളത് അവൻ പാഴ്സൽ മേടിച്ച് അവൻ നടന്നു പോയി അവിടെ വരെ. ഞാൻ പറഞ്ഞു വല്ല വണ്ടി വരണമെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാമല്ലോ. അവൻ പറഞ്ഞു കുഴപ്പമില്ല, പോണ വഴിക്ക് ലിഫ്റ്റ് ഇട്ടാണെങ്കിൽ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി. അവൻ നടന്ന് തന്നെ പോയി. തിരിച്ചവൻ ഒരു വണ്ടി വർക്ക്ഷോപ്പിന് അവിടെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ അങ്ങോട്ട് പോണ വഴിക്ക് അപ്പം അവൻ അവിടെ ഇറക്കിയിട്ട് ആൾ പോയി. അപ്പം അങ്ങനെ ഭക്ഷണം മേടിച്ചു വന്ന് അവൻ പോയി. പിന്നെ ഞാൻ വേഗം ക്ലോസ് ചെയ്തു. ഒരു 8 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്തു, കാരണം തിരക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം കിടക്കാമെന്ന് വെച്ചു, കാരണം നാളെ രാവിലെ ആൽഫി അവരൊക്കെ പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ വൈകുന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇടയ്ക്ക് അവർ എവിടെയെങ്ങാണ്ട് കൂട്ടുകാരുടെ വീട്ടിലങ്ങോട്ട് സനലേൻ്റെ വീട്ടിലങ്ങോട്ട് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് അവർ നാളെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ വേറെ ആൾക്കാരുണ്ടാവില്ല. അപ്പം ഞാൻ വേഗം കിടന്നു. ഞാനൊരു 9 മണി 9:30 കിടന്നു. പിന്നെ കിടന്ന് ഒരുറക്കം കഴിഞ്ഞ് ഞാൻ സമയം കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ സമയം നോക്കിയില്ല. മൂത്രം ഒഴിക്കാൻ മുട്ടിയപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. കുറച്ചൊരു വരാന്ത പോലെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അതായത് ഇപ്പുറത്ത് ഒരു ഇതാണ് ഈ ഓഫീസിൻ്റെ ബിൽഡിങ് വരുന്നുണ്ട്, ഇപ്പുറത്ത് ഞങ്ങൾക്ക് കിടക്കാനുള്ള റൂമൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ അല്ലാത്തതുകൊണ്ട് 2 റൂമുണ്ട്. ഞാനൊരു റൂമിൽ ഒറ്റയ്ക്ക്, ഇപ്പുറത്ത് ബാക്കിയുള്ളവർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരുമില്ല, മൊത്തത്തിലൊരു ഏകാന്തത. അത് കഴിഞ്ഞ് ഓക്കെ ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ അകലെയായിട്ട്, അതായത് ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇപ്പുറത്ത് ഗ്യാസ് വണ്ടിയൊക്കെ ഇടുന്ന സ്ഥലമുണ്ട്, ചെറിയൊരു പാർക്കിംഗ് ഏരിയ പോലെ. ഞാൻ നോക്കിയപ്പം ഗ്യാസ് വണ്ടി കുറച്ച് നീങ്ങിയിട്ടാണ്. ഇവിടെ നോക്കിയപ്പോൾ ബൈക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആൾ നിൽക്കണം. അപ്പോൾ ഞാനിത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയായി, കാരണം ഇതിന് ഒരാഴ്ച മുന്നാണ് സനലേട്ടൻ മറ്റേ സംഭവം കണ്ടത്.